ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. ഇത് പ്രേതമൊന്നുമല്ല. കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതം എന്ന് വിളിച്ചു കളഞ്ഞല്ലോ. പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവർ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, അല്ലേ ജോമി? ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാ അച്ഛൻ ഒരു കഥ പറ, ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിനു മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. എന്ത്? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുമെന്നോ? അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ, വന്നല്ല കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ. പണ്ട് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു ശുദ്ധ മനസ്കനായ അറവുകാരൻ ഉണ്ടായിരുന്നു. മൂസ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ സത്യസന്ധമായാണ് മാംസ കച്ചവടം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും വഞ്ചനയ്ക്ക് അയാൾ വിധേയനാകാറുണ്ടായിരുന്നു. ഒരു ദിവസം, ചേട്ടാ, അവിടെ എത്ര വേണ്ടത്? എനിക്കൊരു 2 കിലോ. അപ്പോഴാണ് കൊള്ള പലിശക്കാരൻ ദാമു അവിടേക്ക് വന്നത്. മൂസേ, അയാൾക്ക് 2 കിലോ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ. എന്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം വേണം. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാൻ ഇന്നലെ ഇവന്റെ കയ്യിൽ നിന്നും 4 കിലോ മാംസം വാങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് നോക്കുന്നത്, അതിൽ മുഴുവൻ എല്ലും കഷ്ണങ്ങളായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ അത് തിരിച്ചു കൊണ്ടുവരാതിരുന്നത്? ഞാൻ പകരം മാംസം തരുമായിരുന്നല്ലോ. ഓഹോ, അപ്പൊ ഞാൻ പറയുന്നത് കള്ളം എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? അത് എല്ലിൻ കഷ്ണങ്ങളാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ അതെന്റെ പട്ടികൾക്ക് കൊടുത്തു. എനിക്ക് എത്രയും പെട്ടെന്ന് 4 കിലോ മാംസം വേണം. വേഗം എടുക്ക്. ഇതാ കൊള്ളപ്പലിശക്കാരൻ ദാമുവിന്റെ സ്ഥിരം പരിപാടിയാണ്. പാപം മൂസാക്ക. കൊള്ള പലിശക്കാരന്റെ ചതിയാണെന്ന് അറിഞ്ഞിട്ടും അറവുകാരൻ മനസ്സില്ലാ മനസ്സോടെ വീണ്ടും 4 കിലോ മാംസം പലിശക്കാരൻ ദാമുവിന് കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പതിവുപോലെ അന്നും അറവുകാരൻ മൂസ തന്റെ കട തുറന്നിരുന്നു. അന്ന് രാവിലെ അനേകം പേർ മാംസം വാങ്ങാൻ വന്നപ്പോൾ ഓരോരുത്തർക്കും അവർ ആവശ്യപ്പെട്ട കണക്കിന് മാംസം വിൽക്കുകയും പണം വാങ്ങുകയും ചെയ്തു. അപ്പോഴാണ് ധനികനായ ഒരു ധാന്യ വ്യാപാരി അവിടേക്ക് വന്നത്. മൂസ, എനിക്കൊരു 2 കിലോ വേഗം വേണം. ഓ, ഇപ്പൊ തരാം. ധാന്യ വ്യാപാരി പറഞ്ഞ അത്രയും മാംസം അറവുകാരൻ നൽകി. അതിനിടയിൽ ഒരു അത്യാവശ്യത്തിന് അറവുകാരൻ പിന്നോട്ടൊന്ന് തിരിഞ്ഞ തക്കത്തിൽ
അയാൾ പണസഞ്ചി കൈക്കലാക്കി. എന്നിട്ട് അതിൽ നിന്ന് തന്നെ താൻ വാങ്ങിയ മാംസത്തിന്റെ വിലയ്ക്കുള്ള നാണയങ്ങൾ എടുത്തു കൊടുത്തു. ഇത് കണ്ട അറവുകാരൻ മൂസ പ്രതിഷേധിച്ചു. വഴക്കായി. അത് കൊള്ളാമല്ലോ ചേട്ടാ, എന്റെ കയ്യിലുള്ള പണം എനിക്ക് തന്നെ തന്നുകൊണ്ട് എന്റെ കയ്യിൽ നിന്നും തന്നെ സാധനം വാങ്ങുന്നോ? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ആര് പറഞ്ഞു ഇത് നിന്റെ പണമാണെന്ന്? ഇത് നല്ല കഥ. ഇത്രയും വലിയ പണക്കാരനായ എനിക്ക് നിന്റെ പണം മോഷ്ടിക്കേണ്ട ഗതികേടൊന്നുമില്ല. അവിടെ തടിച്ചുകൂടിയവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ ആരാണ് പണസഞ്ചിയുടെ അവകാശി എന്നറിയില്ലായിരുന്നു. അവസാനം പ്രശ്നം എവിടെയും എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ മാന്യനാണെന്ന് തോന്നിയ ഒരാൾ നിർദ്ദേശിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് രാജാവിനെയും മന്ത്രിയെയും പോയി കാണുക. അറവുകാരനും ധാന്യ വ്യാപാരിയും മറ്റുള്ളവരും കൊട്ടാരത്തിലെത്തി. പണക്കിഴി കയ്യിൽ വെച്ചിരുന്ന മാന്യൻ നടന്ന വിവാദമൊക്കെ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് ആ പണസഞ്ചി ഒന്ന് പരിശോധിക്കണം. ആ കിഴി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം തെളിഞ്ഞു വന്നു. തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചിയുടെ മേൽ രക്തം കട്ട പിടിച്ച് ഉറച്ചതിന്റെ പാടുകളുണ്ട്. എന്നിട്ടും ഉറപ്പുവരുത്താനായി മന്ത്രി അകത്തുള്ള നാണയങ്ങൾ പുറത്തെടുത്ത് നിരീക്ഷിച്ചു. അവയിലും രക്തപ്പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഈ പണസഞ്ചി അറവുകാരൻ മൂസയുടേതാണ്. മന്ത്രി, അത് നിങ്ങൾക്ക് എങ്ങനെ സമർത്ഥിക്കാൻ കഴിയും? ഈ പണസഞ്ചി പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചിയിന്മേൽ രക്തം കട്ട പിടിച്ച് ഉറച്ചതിന്റെ പാടുകളുണ്ട്. ഒരേ സമയം രക്തമുറ്റിയ മാംസവും പണവും കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ സഞ്ചിക്ക് ആ ലക്ഷണങ്ങൾ കാണൂ എന്ന് ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ ഈ നിഗമനത്തിലെത്തിയത് പ്രഭു. മന്ത്രിക്ക് സത്യം മനസ്സിലായെന്ന് കണ്ടപ്പോൾ അയാൾക്ക് നിൽക്കക്കളിയില്ലാതെയായി. ഉടനെ അയാൾ മാപ്പു പറഞ്ഞു. ധാന്യ വ്യാപാരിക്ക് കനത്ത ശിക്ഷയും പിഴയും വിധിച്ചു. അറവുകാരൻ മൂസയുടെ പണസഞ്ചിയിൽ കണ്ടതിന്റെ ഇരട്ടി തുക അയാൾക്ക് ധാന്യ വ്യാപാരി കൊടുക്കണം എന്നതായിരുന്നു പിഴ. പുറമെ പണസഞ്ചിയും തിരിച്ചു നൽകി. പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ ഉണ്ടായിരുന്നു. ആ കാട്ടിലുള്ള മുയലുകളെ വേട്ടയാടി പിടിക്കലാണ് അവന്റെ ഹോബി. ഇല്ലടാ, നിന്നെ ഒന്നും ചെയ്യത്തില്ല. ചട്ടിയിലിട്ട് പൊരിക്കത്തേ ഉള്ളൂ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ ദുഷ്ടനായ കുറുക്കന് വയസ്സായി. പണ്ടത്തെ പോലെ മുയലുകളെ ഒന്നും ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാതെയായി. അമ്മേ, വയ്യായേ. ഇങ്ങനെ പോയാൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കും. മുയലുകളെ പിടിക്കാൻ എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കണം. പൊക്കോ പൊക്കോ, എനിക്ക് വയ്യ. കിട്ടിപ്പോയി. അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ദുഷ്ടനായ കുറുക്കൻ ഒരു സന്യാസിയുടെ വേഷം കെട്ടി മുയലുകളുടെ മാളത്തിനു മുന്നിൽ ധ്യാനത്തിനിരുന്നു. ഓം ഹ്രീം കാടാകെ നമഃ, ഓം ഹ്രീം കാടാകെ നമഃ. നല്ല പരിചയമുള്ള ശബ്ദം എവിടെ നിന്നാണ് കേൾക്കുന്നത്? ദേ, നമ്മുടെ മാളത്തിന് മുന്നിലായി ഒരു കുറുക്കൻ സന്യാസി വന്നിരിപ്പുണ്ട്. അയ്യോ, നമ്മളെ പിടിക്കാൻ വന്നതാണോ? അതാവാൻ വഴിയില്ല. ഇതിനു മുൻപ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇതിനെന്തോ പന്തികേടുണ്ട്. എല്ലാവരും സൂക്ഷിക്കണം. നമുക്കൊന്ന് പോയി നോക്കാം, വാ. അങ്ങനെ കുറുക്കൻ സന്യാസിയെ കാണാൻ മുയലുകൾ എല്ലാവരും മാളത്തിന് പുറത്തിറങ്ങി. ഓം ഹ്രീം കാടാകെ നമഃ, ഓം ഹ്രീം കാടാകെ നമഃ, ഓം ഹ്രീം കാടാകെ നമഃ. നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അത് വേണോ? ഓ, പേടിക്കാതിരിക്ക്, ഞാൻ ഇപ്പൊ വരാം. കുറുക്കൻ സന്യാസിയുടെ മുന്നിലൂടെയും പിന്നിലൂടെയും നടന്നു. ചുറ്റും നോക്കി, ഒരു കുലുക്കവുമില്ല. അത് ശരിക്കും എന്തോ ദിവ്യശക്തിയുള്ള സന്യാസിയാണെന്നാ തോന്നുന്നേ. ഞാനും അത് ശ്രദ്ധിച്ചു. അത് ശരിക്കും സന്യാസി തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവൻ നമ്മളെ പിടിക്കാൻ നോക്കേണ്ടതല്ലേ? എന്നാ നമുക്ക് എല്ലാവർക്കും പോയി സന്യാസിയെ ഒന്ന് കണ്ടിട്ട് വരാം, വാ.
അങ്ങനെ എല്ലാവരും കൂടി കുറുക്കൻ സന്യാസിയുടെ അടുത്തേക്ക് പോയി. ഓം ഹ്രീം കാടാകെ നമഃ. ഓം ഹ്രീം കാടാകെ നമഃ. ആ, എല്ലാവരും വന്നോ? നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആരാണ് ഇതിനു മുന്നേ ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ? നാം കുടുകുടാനന്ദ സ്വാമി. ഈ കാട്ടിലെ ചെറുമൃഗങ്ങളെയെല്ലാം ആപത്തിൽ നിന്നും രക്ഷിക്കാൻ എന്നെ ദൈവം ഇങ്ങോട്ട് നേരിട്ട് പറഞ്ഞയച്ചതാണ്. ഓം ഹ്രീം കാടാകെ നമഃ. ഈ കാട്ടിലൊരു ദുഷ്ടനായ കുറുക്കനുണ്ട് അല്ലേ? അതെങ്ങനെ അങ്ങേക്ക് മനസ്സിലായി? എല്ലാം അറിയുന്നവൻ ശംഭോ മഹാദേവ. പക്ഷേ ആ കുറുക്കൻ ഇപ്പൊ വയസ്സായി. പണ്ട് വലിയ ശല്യമായിരുന്നു. ഇപ്പൊ ഞങ്ങളോടൊപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പക്ഷേ അവന്റെ ഒരു കൂട്ടുകാരൻ ചെന്നായ ഉണ്ട്. അവൻ ഇപ്പോഴും ഞങ്ങളെ ആക്രമിക്കാൻ വരും. ഓഹോ, ഇനി അങ്ങോട്ട് നിങ്ങളെ ആരും തന്നെ ആക്രമിക്കാൻ വരില്ല. ഈ കാട്ടിൽ ഇനി അങ്ങോട്ട് ശാന്തിയും സമാധാനവും കൊണ്ടുവരലാണ് എന്റെ ലക്ഷ്യം. അതിനൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നമുക്കൊരു ശത്രു സംഹാര പൂജ നടത്തണം. ഈ ശത്രു സംഹാര പൂജയോ? അതെ, അതിനായി നിങ്ങൾ ഓരോരുത്തരായി ആശ്രമത്തിലേക്ക് വന്നാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ഈ കാട്ടിൽ ജീവിക്കാം. സ്വാമിജി, അങ്ങൊരു വലിയ മനസ്സിനുടമയാണ്. ഞങ്ങൾ ഓരോരുത്തരുമായി അങ്ങയുടെ ആശ്രമത്തിൽ എത്തിക്കോളാൻ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഓരോരുത്തരായി ശത്രു സംഹാര പൂജയ്ക്കായി കുറുക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ എത്താൻ തുടങ്ങി. എന്നാൽ കുറുക്കൻ സന്യാസിയുടെ ആശ്രമത്തിൽ പോയ മുയലിനെ കുറെ സമയമായിട്ടും കാണാതായപ്പോൾ മുയലുകളിൽ ചിലർക്ക് സംശയമായി. പൂജയ്ക്ക് പോയ മിട്ടുവിനെ ഇതുവരെ ആയിട്ടും കണ്ടില്ലല്ലോ. ഇല്ല, ചിലപ്പോൾ പൂജ കഴിഞ്ഞ് കാണില്ല. എനിക്കെന്തോ പേടിയാകുന്നു. നമുക്ക് സാമുജിയുടെ ആശ്രമം വരെ ഒന്ന് പോയി നോക്കിയാലോ? അല്ല, എന്താ എല്ലാവരും കൂടി? സ്വാമിജി, പൂജയ്ക്ക് വന്ന മിട്ടുമുയൽ ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. ആ, അതൊക്കെ വന്നോളൂ. പൂജ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് പറഞ്ഞയക്കാം. ഇതിനെന്തോ പന്തികേടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. പക്ഷേ എങ്ങനെ? ആ, ഐഡിയ, വഴിയുണ്ട്. അങ്ങനെ മുയലുകളുടെ കൂട്ടുകാരനായ എലി കുറുക്കന്റെ ആശ്രമത്തിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കി. അതിലൂടെ അവ ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോൾ മുയലുകൾ കണ്ടത് കെട്ടിയിട്ട തങ്ങളുടെ കൂട്ടുകാരനെയാണ്. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. എല്ലാം തീർത്ത് വേഗം വന്നേക്കണേ. എലി തന്റെ കയ്യിൽ കരുതിയ കരിമരുന്ന് വിതറി തുരങ്കത്തിന് പുറത്തേക്ക് നടന്നു. തുരങ്കത്തിന് പുറത്തെത്തിയതും എലി കരിമരുന്നിന് തീ കൊടുത്തു. തീ തുരങ്കത്തിന് ഉള്ളിലൂടെ പോയി ആശ്രമത്തിന് തീ പിടിച്ചു. വാലിൽ തീ പിടിച്ച കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആ കുറുക്കനെ ആരും കണ്ടിട്ടില്ല. മമ്മി, ഡാഡിയുടെ ബർത്ത്ഡേ എന്നാ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? പറ മമ്മി. നീ ആദ്യം എന്താ കാര്യം എന്ന് പറ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം ഡാഡിയുടെ ബർത്ത്ഡേ എന്നാണെന്ന്. ഡാഡി എല്ലാ വർഷവും എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാറില്ലേ? അതുപോലെ ഡാഡിക്കും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാൻ. ആഹാ, കൊള്ളാലോ, മിടുക്കി. അങ്ങനെയാണ് നല്ല കുട്ടികൾ. നെക്സ്റ്റ് വീക്ക് ആണ് ഡാഡിയുടെ ബർത്ത്ഡേ. നീ എന്താണ് വാങ്ങി കൊടുക്കാൻ പോകുന്നത്? അതൊന്നും അറിയില്ല. പക്ഷേ എന്ത് വാങ്ങണമെങ്കിലും എനിക്ക് ക്യാഷ് അമ്മ തരണം. നിന്റെ ഡാഡിക്ക് നീ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുന്നത് നിന്റെ ഡാഡിയുടെ ക്യാഷ് കൊണ്ട് തന്നെയാണോ? അതെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ എവിടെ നിന്നാ ക്യാഷ്? ഞാൻ ചെറിയ കുട്ടിയല്ലേ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് തന്നെ വേണമെന്നില്ല. നീ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ഡാഡിക്ക് ഇഷ്ടപ്പെടും. മോളെ സ്വന്തം ഡാഡിയല്ലേ.
എന്റെ മകൾ ഇത്രയും വലിയ ബോക്സിൽ എനിക്ക് വേണ്ടി എന്ത് ഗിഫ്റ്റാണ് വാങ്ങിയത്? തുറന്നു നോക്കൂ ഡാഡി. ജോമിയ, ഇതിൽ ഒന്നുമില്ലല്ലോ മോളെ. നീ ഗിഫ്റ്റ് ഇതിൽ വെക്കാൻ മറന്നോ? ഇല്ല, സൂക്ഷിച്ചു നോക്കൂ ഡാഡി. ഞാൻ ഒരുപാട് കിസസ് ആൻഡ് ഹഗ്സ് ഡാഡിക്ക് വേണ്ടി അതിൽ വെച്ചിട്ടുണ്ട്. ഹൗ സ്വീറ്റ്. താങ്ക് യു ഡിയർ. ഇതുവരെ ഡാഡിയുടെ ലൈഫിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും തന്നെ തന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഒരു ദിവസം രാത്രി നമ്മുടെ രാജാവ് കിടന്നുറങ്ങുകയായിരുന്നു. ബടൻ വിശറി കൊണ്ട് രാജാവിനെ വീശിക്കൊടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ജനൽ വഴി ഒരു കുരങ്ങൻ കൊട്ടാരത്തിലേക്ക് കയറിയത്. കുരങ്ങൻ ആരും കാണാതെ രാജാവിന്റെ റൂമിലേക്ക് വന്നു. എന്നാൽ കുരങ്ങൻ വന്നത് ബടന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. രാജാവ് ഉറങ്ങി. ഇനി ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ഇതും പറഞ്ഞു ബടൻ ഉറങ്ങാൻ പോയി. ബടൻ പോയി കഴിഞ്ഞതും കട്ടിലിന്റെ അപ്പുറത്തു നിന്നും കുരങ്ങൻ പൊന്തി വന്ന് ബടൻ പോകുന്നത് നോക്കി നിന്നു. ഓ, എന്തൊരു ചൂടാണ്, ഒന്ന് ആഞ്ഞു വീശടോ. ഇത് കേട്ട കുരങ്ങന് രാജാവിന് വിയർക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ബടൻ അവിടെ വെച്ചിട്ട് പോയ വിശറി എടുത്ത് കുരങ്ങൻ രാജാവിനെ വീശാൻ തുടങ്ങി. പെട്ടെന്നാണ് രാജാവ് കണ്ണു തുറന്നത്. കണ്ണു തുറന്ന രാജാവ് ഞെട്ടിപ്പോയി. ആരോടെ? നിങ്ങൾ എവിടെ പോയതായിരുന്നു? ഈ കുരങ്ങൻ എങ്ങനെ ഇവിടെ വന്നു? അറിയില്ല പ്രഭു. ഞാൻ കരുതി നീ കുരങ്ങനായി മാറിയതാണെന്ന്. അങ്ങനെ രാജാവിന് ആ കുരങ്ങനോട് ഒരു ഇഷ്ടം തോന്നി. രാജാവ് കൂടെ കൊണ്ടു നടന്നു. മിടുക്കൻ. ആരെവിടെ? കൊട്ടാരം തയ്യൽക്കാരനോട് വരാൻ പറയൂ. ഉത്തരവ് പ്രഭു. മഹാരാജൻ എന്തിനാണ് വിളിപ്പിച്ചത്? കണ്ടില്ലേ നമ്മുടെ കൊട്ടാരത്തിലെ പുതിയ അതിഥി? ഉവ്വ്, അറിഞ്ഞിരുന്നു. ഇതിനൊരു പാന്റും കോട്ടും തലയിലൊരു തൊപ്പിയും എത്രയും പെട്ടെന്ന് തന്നെ തുന്നണം. തീർച്ചയായും ഞാൻ ഉടനെ തന്നെ തുന്നിത്തരാം. ആ, മന്ത്രി വന്നോ? കണ്ടില്ലേ മന്ത്രി, നമ്മുടെ പുതിയ അതിഥി. ഇവൻ മിടുക്കനാണ് കേട്ടോ. എന്നാൽ ഒരു കുരങ്ങനിലുള്ള രാജാവിന്റെ അന്ധമായ വിശ്വാസം മന്ത്രിയെ വിഷമിപ്പിച്ചു. മന്ത്രി പറഞ്ഞു, പ്രഭു, ഈ കുരങ്ങുകൾ ചിലപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്കൊരിക്കലും പറയാനാവില്ല. ഇത് കേട്ട രാജാവിന് കലി കയറി. എന്ത്? ഇനി മന്ത്രി ഒരക്ഷരം മിണ്ടിയാൽ എന്റെ പുതിയ അതിഥിയായിരിക്കും ഇനി താങ്കൾക്ക് പകരം മന്ത്രി. ക്ഷമിക്കണം പ്രഭു. അങ്ങനെ അന്ന് രാത്രി രാജാവ് പതിവ് പോലെ ഉറങ്ങാൻ കിടന്നു. കുരങ്ങൻ വിശറിയുമായി രാജാവിന് വീശിക്കൊണ്ട് അടുത്തു നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഒരു കൊതുക് മുറിയിലേക്ക് വരുന്നത് കുരങ്ങൻ കണ്ടത്. കുരങ്ങൻ ഈ കൊതുകിനെ സംശയത്തോടെ നോക്കി. കൊതുക് കുരങ്ങനെ അവഗണിച്ച് ഉറങ്ങിക്കിടക്കുന്ന രാജാവിന്റെ നേർക്ക് ചീറിപ്പാഞ്ഞു. കയ്യിലുണ്ടായിരുന്ന വിശറിയുമായി കുരങ്ങൻ അവനെ ആട്ടിയോടിച്ചു. എന്നാൽ കൊതുകിനെ എളുപ്പം അടക്കി നിർത്താനായില്ല. കുരങ്ങനെ ധിക്കരിക്കാൻ എന്ന പോലെ രാജാവിന്റെ മൂക്കിൽ കൊതുക് വന്നിരുന്നു. ഇപ്പോൾ കോപാകുലനായ കുരങ്ങൻ തന്റെ മുഷ്ടി ഉയർത്തി കൊതുകിനെ ശക്തമായി ഇടിച്ചു. കൃത്യസമയത്ത് കൊതുക് പറന്നുപോയി. പക്ഷെ മൂക്കിൽ നിന്നും ചോരയൊലിക്കുന്ന രാജാവ് വേദന കൊണ്ട് പുളഞ്ഞു. അയ്യോ, എന്റെ മൂക്ക് ചമ്മന്തിയായേ. രക്തം കണ്ട് പേടിച്ചു പോയ കുരങ്ങൻ കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും ആ കുരങ്ങനെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ കുരങ്ങനിൽ നിന്നും രാജാവ് ഒരു പാഠം പഠിച്ചു.